ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് എങ്ങനെ ഒരു കേക്ക് തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ ഇതൊരു പ്ലം കേക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുകൾ ഭാഗത്തിൻ്റെ ഒരു പെർഫെക്ഷൻ അത്ര വന്നിട്ടില്ല എന്നുള്ളൂ. ശരിക്കും പ്ലം കേക്കിൻ്റെ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ട് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് മൈദയാണ് ആവശ്യമായിട്ടുള്ളത്. 250 ml ഗ്ലാസ് ആയിരിക്കണം. പിന്നെ ഇതിലോട്ട് പിഞ്ച് ഉപ്പ്, ഒരുപാട് ആവരുത്. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ജാതിക്ക പൊടിച്ചതാണ്. അപ്പം ഞാനൊരു 1/2 സ്പൂണോളം ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാതിക്ക പൊടി ഞാൻ ഇതിന് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ അത് കൂടാതെ 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് രണ്ടും ഷോപ്പുകളിൽ ഇപ്പോൾ ലഭിക്കുന്നതാണ്. സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നിടത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് നമ്മുടെ ഈ ബേക്കിംഗ് പൗഡറും എല്ലാ പൗഡറുകളും നന്നായിട്ട് ഈ മൈദയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പാത്രം മാറ്റി മാറ്റി നന്നായിട്ടൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ ആദ്യം തന്നെ കുറച്ച് ചെറി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി എടുക്കുന്നുണ്ട്. ഈന്തപ്പഴം ചെറുതായിട്ട് കീറിയത്, അതുപോലെ തന്നെ കറുത്ത മുന്തിരി, പിന്നെ കാഷ്നട്ട്. ഇത്രയാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. അതിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ഞാൻ ഒരു 3/4 ഗ്ലാസോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് നമ്മൾ മൈദ ചേർത്ത് കോട്ട് ചെയ്യുകയാണ്. അതങ്ങനെ ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം താഴോട്ട് എല്ലാം താഴെ ചെന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡായി കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദയിൽ ഡിപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ സോക്ക് ചെയ്തൊന്നും വെക്കുന്നില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ സോക്ക് ചെയ്തൊന്നും വെക്കുന്നില്ല. ഒരു 3 സ്പൂൺ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദയിൽ നിന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഇതും നമുക്ക് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ തൊലി പീൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മഞ്ഞ കളർ പോർഷൻ നമ്മൾ എടുക്കരുത്, അതൊരു കയ്പ്പ് രുചിയായിരിക്കും. ആ യെല്ലോ പോർഷൻ മാത്രം നമ്മൾ പീൽ ചെയ്തെടുക്കാവുള്ളൂ. ഇത് നമുക്ക് 1 സ്പൂണോളം ആവശ്യമാണ്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേക്കിന് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കളറ് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കളർ ചേഞ്ച് ആവണം. നല്ലൊരു ബ്രൗൺ കളർ ആവണം. നന്നായിട്ട് ഇത് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ ഏകദേശം നല്ല കളറായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കേക്കിൻ്റെ ടിന്ന് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെയോ അലൂമിനിയോ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. കേക്ക് ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഒന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേതെങ്കിലും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ സൈഡിലും അതുപോലെ തന്നെ ബട്ടർ പേപ്പർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ വെള്ള പേപ്പറിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ നന്നായിട്ട് ഓയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ ബാക്കി നമുക്കൊരു മിക്സർ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പഞ്ചസാരയാണ് നമ്മൾ ഈ പൊടിച്ചിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. അതൊരു 1/2 ഗ്ലാസോളം നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഓയിൽ ചേർത്തതിന് ശേഷം 1 മിനിറ്റോളം പിന്നെ അടിച്ചെടുക്കുക കേട്ടോ മിക്സർ ജാറിൽ തന്നെ. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു 1/4 ഗ്ലാസ് കാരമലൈസ് ചെയ്തിരിക്കുന്ന ഷുഗറിൻ്റെ ലൈനി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് അടിക്കാം. പിന്നെ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓറഞ്ച് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു 1/4 ഗ്ലാസോളം നമുക്ക് കിട്ടും. അത് നമുക്ക് നമ്മുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. എല്ലാം 1 മിനിറ്റോളം അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിൽ നിന്ന് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അടിച്ചെടുത്താൽ മതി വേണമെങ്കിൽ. അപ്പം ഞാൻ കുറേശ്ശെ ആയിട്ടാണ് മൈദ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരുന്ന ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് 1 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടെയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കട്ടെ ഡെക്കറേഷനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും ഓറഞ്ചിൻ്റെ തൊലിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കത് കേക്കിൻ്റെ മോൾഡിലേക്ക് മാറ്റാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. ഇത്രയൊന്നും നമുക്ക് വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതിലും കുറച്ച് എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എയറൊക്കെ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കറുത്ത മുന്തിരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് ബേക്ക് ചെയ്യലാണ്. അപ്പം ഞാനിവിടെ ഒരു പഴയ ഇഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു പാക്കറ്റ് ഉപ്പ് ഞാൻ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആ ഉപ്പ് പൊടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു പാത്രം വെച്ച് കൊടുക്കാം. കമഴ്ത്തി വെക്കാൻ പാകത്തിന് വല്ല ട്രേയോ സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് ടീം വെച്ച് കൊടുക്കേണ്ടത്. ഒരു 2 മിനിറ്റോളം നമുക്കിത് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 30 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കേക്ക് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു കത്തി ഉപയോഗിച്ച് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അന്നേരം കേക്ക് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ശരിക്കും ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ സാധനങ്ങളും നമുക്ക് കടകളിൽ ഷോപ്പുകളിലൊക്കെ ലഭിക്കും. ജാതിക്കാപ്പൊടി ആണെങ്കിലും പട്ടാപ്പൊടി ആണെങ്കിലും ഒക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഒന്നും റെഡിമെയ്ഡായിട്ട് മേടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക കേട്ടോ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.